ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ ബിന്നിയും അനീഷും തമ്മിൽ നല്ല വാക്ക് തർക്കമാണ്. കേട്ടു നോക്കാം. അതേ അർഹിക്കുന്നുള്ളൂ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കും. പിന്നെ അവിടെ ബാത്റൂമിൽ വന്നിട്ട് ഞാൻ ഫ്ലഷ് ചെയ്തോ, അതിന് സൗണ്ട് വന്നോ, ഇത് ആര് എന്റെ ആര് ആരാണത്? ആരാണ്? എന്ത് യോഗ്യതയാണ് ബിന്നിക്കുള്ളത്? പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെയല്ല അതെന്റെ മാന്യത. പിന്നെ വിചാരിക്കുന്നത് പിന്നെ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള വ്യക്തിന്ന്. അതേപോലെ തന്നെ മറ്റുള്ളവരും ഹൈജീനായിട്ട് ജീവിക്കുന്നു എന്നുള്ളൊരു കോമൺ സെൻസ് ബിന്നിക്ക് ഉണ്ടാവണം. മനസ്സിലായോ? കോമൺ സെൻസ് ഉണ്ടാവണം. മറ്റുള്ളൊരാളെ ജഡ്ജ് ചെയ്യാനായിട്ട് വരരുത്. മനസ്സിലായി? അവിടെ എന്റെ പിന്നാലെ വന്നിട്ട് ഫ്ലഷ് ചെയ്യുമ്പോ നിങ്ങളെ സഹായിച്ചതിൽ എനിക്ക് തെറ്റുപറ്റി പോയിന്ന് എനിക്ക് മനസ്സിലായി. എന്ത് സഹായം? ഇമാതിരി ചെയ്തിട്ടാണ് സഹായം എന്ന് പറയുന്നത്. അത് പറയരുത്. അഹങ്കാരം തലയിൽ കൊണ്ട് നടക്കരുത്. പിന്നെ അഹങ്കരിക്കാൻ പാടില്ല. മനസ്സിലായി? അഹങ്കാരം കൊണ്ട് നടക്കരുത്. അവിടെ ബാത്റൂമില് എന്നെ ടാർഗറ്റ് ചെയ്തു. അപ്പൊ ഞാൻ മിണ്ടിയില്ല. അതെന്റെ മഹാമനസ്കത. ഒരു അക്ഷരം മിണ്ടിയില്ല. ഇവിടെ വന്നിട്ട് വീണ്ടും എന്റെ അടുത്ത് എന്റെ പിന്നാലെ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ ചെയ്യണേലും തെറ്റ് കണ്ടുപിടിക്കരുത്. മനസ്സിലായി? ഞാൻ ചെയ്യണേലും നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. എന്റെ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. മനസ്സിലായോ? എല്ലാം ശരിയാണ്. ഞാൻ പറയില്ല ഒരിക്കലും. പക്ഷെ എന്റെ കാര്യങ്ങൾ തെറ്റ് മാത്രം കണ്ടുപിടിക്കാനുള്ള പിന്നീട് ഒരു ത്വരയില്ലേ, അത് നല്ലതല്ല. അത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. ശരി മാത്രം ചെയ്യുന്ന ആളല്ലേ ഇതൊരു പ്രോഗ്രാം ആണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഹാലൂസിനേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇതൊരു പ്രോഗ്രാമാണ്. അങ്ങനെയല്ല. ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ജീവിക്കാനാണ്. അറിയില്ല, ആരെങ്കിലും ഒന്ന് പറഞ്ഞു തായോ. പിന്നെ കുറച്ച് നീ ആരാണ്, നീ എന്തിനാ പറഞ്ഞെന്ന് ചോദിക്കുന്ന ടീം.